ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. പുട്ടുണ്ടാക്കുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീട്ടില് കടലക്കറിയാവും. അപ്പൊ പുട്ടിലേക്ക് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരു തേങ്ങ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഒരു ടീസ്പൂൺ തേങ്ങയാണെങ്കിലും നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. തിക്കായിട്ടും ടേസ്റ്റി ആയിട്ടും അടിപൊളിയായിട്ടുള്ള ഒരു കടലക്കറിന്റെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പൊ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ കടലക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടല എടുത്തിട്ടുണ്ട്, ഒരു ചോറ്റോല എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് ഇൻഗ്രീഡിയൻസ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറയാം. ഇനിയിപ്പോ കറിയിലേക്ക് തേങ്ങ ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഇങ്ങനെ ഒരു കറിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി നോക്കി കേട്ടോ. പുട്ടിന്റെ നമ്മുടെ പുട്ട് സെറ്റായി കേട്ടോ. അപ്പൊ നമുക്ക് പുട്ടും കടലക്കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പുട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിയിട്ടാണ് പുട്ടുപൊടി ഇരിക്കുന്നത്. അത് അവിടെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോഴത്തേക്കിനും നമ്മുടെ പുട്ടുപൊടി ഒന്ന് സോഫ്റ്റ് ആയി വന്നോളൂ. അപ്പൊ നമ്മുടെ കടലക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടല എടുത്തിട്ടുണ്ട്, ഒരു ചോറ്റോല എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ്, മുളക് പൊടി, അല്പം മല്ലിപ്പൊടിയും ഗരം മസാലയും മിക്സ് ചെയ്തതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു സവാള, ഒരു മീഡിയം സൈസ് വലുപ്പമുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ ഒരു തക്കാളി, കുറച്ചധികം തന്നെ കറിവേപ്പില, ഇത് സാജീരകം, പിന്നെ ഒരു ഏലക്കായ, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി കാണുന്ന ഈ ഇൻഗ്രീഡിയൻസ് മൊത്തം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചിട്ടെടുത്തിട്ട് വരാം. അതിന്റെ കൂടെ ഈ ഇൻഗ്രീഡിയൻസിന്റെ എല്ലാം കൂടെ ഞാനൊരു 15 കടലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തേങ്ങയും കടലയും കറിവേപ്പിലയും ഏലക്കായും സാജീരവും കൂടെ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് വരാട്ടോ. വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടിയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തക്കാളിയും സവാളയും 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. ഞാൻ കടലക്കറി ഒരു കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പാനിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നമ്മുടെ കുക്കറിലേക്ക് ഒരു തവി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ ഇൻഗ്രീഡിയൻസിന്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാനും ഇൻഗ്രീഡിയൻസ് ഒന്ന് ചൂടായി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 8 മിനിറ്റെങ്കിലും നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അടുത്തത് നമ്മുടെ പുട്ടുപൊടിന്റെ കാര്യം. നമ്മൾ നേരത്തെ അധികമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ പുട്ടുപൊടി നല്ലോണം വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നമ്മൾ സാധാരണ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ ഞാനിവിടെ പുട്ടുണ്ടാക്കൽ. നല്ല ടേസ്റ്റ് ആണ്, അടിപൊളിയാണ്. കറി ഇല്ലാണ്ട് നമുക്കിത് കഴിക്കാട്ടോ. ഈ പുട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം വെച്ചാലും തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ഇതിന്റെ ടേസ്റ്റ് പോകില്ല കേട്ടോ. ഇങ്ങനെ വെള്ളത്തിൽ നല്ലോണം കുതിർത്തെടുത്തിട്ടുണ്ടെങ്കിൽ. 1 ടേബിൾ സ്പൂൺ പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അരിപ്പൊടിയും പുട്ടുപൊടിയും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മസാല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചോറ്റോല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 പീസ് പുട്ടുകുറ്റിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പൊ ഇനി ഇത് ഒരു 8 മിനിറ്റോളെങ്കിലും ഇങ്ങനെ ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ എടുക്കും കേട്ടോ നമ്മുടെ മസാല ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ പുട്ടിന്റെ പൊടി ഒരു ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയും പുട്ടുപൊടിയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുട്ടുപൊടിനെക്കാട്ടിലും തേങ്ങ കേട്ടോ കൂടുതൽ വേണ്ടത്. അപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചാൽ
ഒരു കുറ്റി പുട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ. കറി റെഡിയാവുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് പുട്ടും റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുട്ടിന്റെ തൂക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചോറ്റോലന്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വെച്ചെടുത്തിട്ടുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പുട്ടുകുറ്റി ഇതിലേക്കും ഇതിന്റെ മുകളിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരടുപ്പിൽ പുട്ടും ഒന്നില് നമ്മുടെ കടലക്കറിയും കൂടി റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരുമിച്ച് തന്നെ നമുക്ക് രണ്ടും സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമ്മളൊന്ന് കുക്കാക്കി എടുക്കണം. ഏകദേശം 4 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ഞാനിപ്പോ ഇത് അടുപ്പത്ത് വെച്ചിട്ട്. അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമണമൊക്കെ മാറി ഉള്ളിന്റെ തക്കാളിന്റെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മസാലപ്പൊടിന്റെ എല്ലാം പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. കടല ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒരു 2 മിനിറ്റ് കുക്കാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ വെള്ളം ഒഴിക്കാതെ കേട്ടോ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ. മസാല അരച്ചിട്ട് ചേർത്തത് കൊണ്ട് തന്നെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരിക്കലും ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ എടുത്തു എന്നുള്ളൂ. പക്ഷെ മസാല ഒന്നും കരിയാണ്ട് നല്ല അടിപൊളി കളറായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ കറിക്ക്. നമ്മുടെ കടല ഈ മസാലയിൽ 2 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ കേട്ടോ. ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോഴത്തേക്കിനും നമുക്ക് പുട്ടൊന്ന് വാങ്ങാം. നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2 മിനിറ്റ് കടല ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ 250 ml ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ലൂസായി പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ വെള്ളം ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടല ഇനി ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് കറക്റ്റ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇപ്പൊ ഇത് നിൽക്കുന്നത് അധികം ലൂസിലൊന്നും അല്ല. ഈ തിക്കായിട്ടുള്ള പരുവത്തിൽ തന്നെയാണ് നമ്മൾ വിസിലടുപ്പിച്ചെടുക്കുന്നത്. അപ്പോഴേ നമ്മുടെ കറിക്കും നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കടലക്കറി ഞാനൊരു 3 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട്. കടലൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഗ്രേവിയും ഓവറായിട്ട് ലൂസായിട്ടൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂടുതൽ തേങ്ങയില്ലാതെ ഇതുപോലെ നിങ്ങൾക്കും കറി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോ കറിയിലേക്ക് തേങ്ങ ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ ഇങ്ങനെ ഒരു കറിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി നോക്ക് കേട്ടോ. പുട്ടിന്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ദോശന്റെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാട്ടോ. പുട്ടും കടലക്കറി ഇവിടെ സെറ്റായിട്ട് ഇനി ഒരു കോഫി കൂടെ ആയാൽ നമ്മുടെ പുട്ട് സെറ്റായിട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് തീർത്തിട്ട് വരാം. അപ്പൊ ഇതുപോലെ നിങ്ങൾ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. അതിന്റെ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അടുത്ത ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.